സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പല ബുദ്ധിമുട്ടുകളും പ്രത്യേകിച്ച് അതിക്രൂരമായ ലൈംഗിക ചൂഷണങ്ങൾ ഉൾപ്പെടെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുമ്പോൾ പ്രതിക്കൂട്ടിൽ ആകുന്നത് കഴിഞ്ഞ 5 വർഷം ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്ന സാംസ്കാരിക വകുപ്പും സർക്കാരും കൂടിയാണ്. കമ്മീഷൻ കണ്ടെത്തലുകളെക്കുറിച്ച് പഠിക്കാൻ മറ്റൊരു സമിതിയെ സർക്കാർ നിയോഗിച്ചെങ്കിലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലെ പുറത്തുവന്ന കാര്യങ്ങൾ അറിഞ്ഞതോടെ കേരളം ഒന്നടങ്കം ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. സ്വകാര്യത എന്നൊരു പുറമോടിയുടെ പേരിൽ രഹസ്യമാക്കി വെച്ചിരുന്ന പല പ്രശ്നങ്ങളും എത്രമാത്രം ഗൗരവമർഹിക്കുന്ന വിഷയമാണെന്ന് വ്യക്തമാണ്. 1 കോടിയിലേറെ രൂപ ചിലവഴിച്ച് ഒരു റിട്ടയർഡ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള സമിതി കാസ്റ്റിംഗ് കൗച്ച്, നഗ്നതാ പ്രദർശനം, ലൈംഗിക ചൂഷണം, സൈബർ ആക്രമണം തുടങ്ങി ഗുരുതരമായ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അതിനെതിരെ വേണ്ട നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായില്ല. മേഖലയിലെ സ്ത്രീകളുടെ മൊഴികൾ കേട്ട് ഹേമ കമ്മീഷൻ ഞെട്ടിയോ എന്ന് തനിക്ക് അറിയില്ല എന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. ഞെട്ടലുണ്ടായ സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നോക്കാം. മന്ത്രിയായി 3.5 വർഷത്തിനിടയിൽ ഒരു നടിയുടെയും പരാതി തനിക്ക് കിട്ടിയിട്ടില്ലെന്നും മന്ത്രി പറയുന്നു. കൊച്ചിയിൽ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട സംഭവം വിവാദമായതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ 2017 ജൂലൈ 1 ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചത്. മുതിർന്ന നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവർ അംഗങ്ങളായിരുന്നു. വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയുടെ രൂപീകരണവും കമ്മീഷന്റെ നിയമത്തിന് കാരണമായിരുന്നു. സിനിമാ മേഖലയിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട നിരവധി ആളുകളുമായി നേരിട്ട് സംസാരിച്ച് മൊഴികൾ രേഖപ്പെടുത്തി 2019 ഡിസംബർ 31 കമ്മീഷൻ മുഖ്യമന്ത്രി പിണറായി വിജയന് റിപ്പോർട്ട് കൈമാറിയത്. അന്നു തൊട്ടിങ്ങോട്ട് റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ പുറത്തു വരാതിരിക്കാൻ ജാഗ്രത പുലർത്തിയ സർക്കാർ പക്ഷേ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളും ശുപാർശകളും നടപ്പാക്കി സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള ഒരു തരത്തിലുമുള്ള നടപടികളും സ്വീകരിക്കാൻ തയ്യാറായില്ല. പല ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ടായപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ മറ്റൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C. അജോയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതി ഇതുവരെ ഒരു തവണ പോലും സിറ്റിംഗ് നടത്തിയിട്ടില്ല. തങ്ങൾ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ ജനങ്ങൾ അറിയണമെന്നും ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണമെന്നും അതിനായി വേണ്ട നടപടികൾ എടുക്കണമെന്നും ആഗ്രഹിച്ച സിനിമാ രംഗത്തുള്ള നിരവധി സ്ത്രീകളാണ് ഹേമ കമ്മീഷന് മുന്നിൽ ഏറെ ദുഃഖത്തോടെ എല്ലാം തുറന്നു പറയാൻ തയ്യാറായത്. സിനിമ എന്ന മായിക ലോകത്തിനു പിന്നിലെ അതിപ്രാകൃതമായ ദുരിത സത്യങ്ങൾ കേട്ട് ഞെട്ടിപ്പോയെന്നാണ് ജസ്റ്റിസ് ഹേമ തന്നെ തന്റെ റിപ്പോർട്ടിൽ കുറിച്ചിരിക്കുന്നത്. കേട്ടറിഞ്ഞതും അന്വേഷിച്ചറിഞ്ഞതും എല്ലാം ചേർത്ത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്കും കൈമാറി. എന്നാൽ പിന്നീട് സർക്കാർ സ്വീകരിച്ച നിലപാട് അതുവരെ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾക്ക് മീതെ നിൽക്കുന്നതായിരുന്നു. മലയാള സിനിമയെ ഇരുണ്ട ശക്തികളിൽ നിന്ന് മോചിപ്പിക്കാൻ ഉതകുന്ന നിർദ്ദേശങ്ങളായി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കാണുന്നതിന് പകരം വലിയ തോതിലുള്ള തലവേദനയായി സർക്കാർ അതിനെ കണക്കാക്കിയതാണ് ദൗർഭാഗ്യകരമായത്. 2021 അവസാനം വരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന നിലപാടിലായിരുന്നു ആദ്യ പിണറായി സർക്കാർ. രണ്ടാം പിണറായി സർക്കാരാണ് കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ മറ്റൊരു സമിതിയെ നിയോഗിച്ചത്. വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും മുഖം തിരിച്ചു. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി തവണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും വിവരാവകാശ കമ്മീഷൻ അംഗീകരിച്ചില്ല. നിരന്തരമായ അപ്പീലുകൾക്കൊടുവിൽ വിവരാവകാശ കമ്മീഷണറായ ഡോക്ടർ A. അബ്ദുൾ ഹക്കീമാണ് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. പിന്നീട് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഹൈക്കോടതി കൂടി അനുകൂലമായെങ്കിലും സ്വകാര്യത പരിഗണിച്ച് അധികൃതർ സെൻസർ ചെയ്തതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. റിപ്പോർട്ടിൽ പറയുന്നത് പോലെ സർക്കാർ ചെയ്താൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപകാരപ്രദമായിരിക്കുമെന്നാണ് ജസ്റ്റിസ് ഹേമ മുൻപ് പ്രതികരിച്ചത്. ഞാനത് ചെയ്തു, സർക്കാരിനെ ഏൽപ്പിച്ചു, ഇനി സർക്കാരാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നായിരുന്നു ജസ്റ്റിസ് ഹേമയുടെ വാക്കുകൾ. സർക്കാർ നടപടി ഉണ്ടായാൽ സിനിമാ മേഖലയിൽ മെച്ചപ്പെട്ട സുരക്ഷിതത്വവും തൊഴിൽ സാഹചര്യവും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ജസ്റ്റിസ് ഹേമ ഉറപ്പു പറയുന്നു. എന്തെങ്കിലും തുടർ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. അതേസമയം മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ചെയ്തത് ക്രിമിനൽ കുറ്റമെന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്തുവിട്ട ഭാഗം ഞെട്ടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണവും ക്രിമിനൽ വൽക്കരണവും അരാജകത്വവും നടക്കുന്നു എന്നത് ഞെട്ടിക്കുന്നതാണ്. ചൂഷണം വ്യാപകമാണെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്.
4.5 വർഷം റിപ്പോർട്ട് പുറത്തുവിടാതെ സർക്കാർ എന്തിന് അടയിരുന്നുവെന്ന് വ്യക്തമാക്കണം. ഇത്ര വലിയ സ്ത്രീവിരുദ്ധത നടന്നിട്ട് ആരെ രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണം. തെറ്റ് ചെയ്തവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ്. 4.5 വർഷം റിപ്പോർട്ട് പുറത്തുവിടാതെ സർക്കാർ ചെയ്തത് ഗുരുതരമായ കുറ്റമാണ്. സർക്കാർ നടപടി കേരളത്തിന് അപമാനകരമായ കാര്യമാണ്. ക്രിമിനൽ കുറ്റം അറിഞ്ഞിട്ടും നടപടിയെടുക്കാത്തത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ചെയ്തത് ക്രിമിനൽ കുറ്റമാണ്. ഇഷ്ടക്കാരെ സംരക്ഷിക്കാൻ ആണോ റിപ്പോർട്ട് മൂടിവെച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. സിനിമാ മേഖലയിലെ ചൂഷണം സംബന്ധിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ സർക്കാർ പുറത്തുവിട്ട ഭാഗം തന്നെ ഞെട്ടിക്കുന്ന, പുറത്തുവിടാത്ത ഭാഗം വേറെ നിൽക്കുകയാണ്. സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണവും ക്രിമിനൽ വൽക്കരണവും അരാജകത്വവും അതുപോലെ ഉള്ള സംഭവങ്ങളും നടക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം ഇത് വ്യാപകമായിരിക്കുകയാണ് ചൂഷണം എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതിനേക്കാൾ നമ്മളെ വിഷമിപ്പിക്കുന്നത് 4.5 വർഷക്കാലം ഇതുപോലത്തെ ഒരു റിപ്പോർട്ട് കയ്യിൽ വെച്ച് അത് പുറത്തു വയ്ക്കാതെ അതിനു മീതെ സർക്കാർ എന്തിനടയിരുന്നു എന്ന ചോദ്യമാണ്. ഇത്രയും ഈ സ്ത്രീ അനുകൂല വർത്തമാനം മാത്രം പറയുന്ന, സ്ത്രീപക്ഷ വർത്തമാനം മാത്രം പറയുന്ന ആളുകൾ അധികാരത്തിലിരിക്കുമ്പോൾ ഇത്രമാത്രം വലിയൊരു സ്ത്രീ വിരുദ്ധത നടന്നിട്ട് അതിനെ സംബന്ധിച്ച് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ആ റിപ്പോർട്ട് പുറത്തുവിടാതെ ഇരുന്നത് ആരെ രക്ഷിക്കാനാണ്, ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ടിൻ്റെ മീതെ അടയിരുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ വെച്ചത്? ആ കമ്മീഷൻ ഇതുപോലെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നിട്ട് 4.5 വർഷക്കാലം എന്ത് ചെയ്യുകയായിരുന്നു സർക്കാർ? അടിയന്തരമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ശുപാർശകളിന്മേൽ നടപടിയെടുക്കണം. ഒന്ന്. രണ്ടാമത്, ഈ പറയുന്ന ലൈംഗിക ചൂഷണത്തിനും ക്രിമിനൽ വൽക്കരണത്തിനും അനാവശ്യമായ ലഹരി ഉപയോഗങ്ങളും എല്ലാത്തിനുമെതിരായിട്ടുള്ള അന്വേഷണം നടക്കണം. ലൈംഗിക ചൂഷണത്തിനെതിരായി സീനിയർ IPS, വനിതാ IPS ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം, അടിയന്തരമായിട്ട് അന്വേഷിക്കണം. എത്ര വലിയ കൊമ്പന്മാരാണെങ്കിലും എത്ര വലിയ ആളുകളാണെങ്കിലും സ്ത്രീ വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുള്ള, ലൈംഗിക ചൂഷണം നടത്തിയിട്ടുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതൊരു സർക്കാരിൻ്റെ ചുമതലയാണ്. ഒരു സർക്കാരിൻ്റെ കയ്യിൽ ഇത്രമാത്രം തെളിവോടുകൂടിയ, മൊഴികളോടുകൂടിയ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് അതിന്മേൽ അത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. സർക്കാർ ചെയ്തത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്, ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഗവൺമെൻറ് വ്യക്തമാക്കേണ്ടത്. ഇതൊരു അപകടകരമായ രീതിയാണ്. ഏത് തൊഴിൽ മേഖലയിലും ഇത്തരം ചൂഷണം നടക്കാൻ പാടില്ല. ഒരു സർക്കാർ ഓഫീസിലാണ് ഇതുപോലെ ഒരു ചൂഷണം നടക്കുന്നതെങ്കിൽ വാക്കുകൾ കൊണ്ട് പോലും പറഞ്ഞാൽ അതിനെതിരായി കേസെടുക്കണമെന്നാണ്. ഇത് വ്യാപകമായ തോതിൽ അവസരങ്ങൾ നൽകാനും അവസരങ്ങൾ നിഷേധിക്കാനും ധാരാളമായി ഇത് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ്. ഇത് പലരുടെയും, പല സിനിമയിൽ അഭിനയിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ടവരുടെയും അഭിനയിക്കുന്ന സ്ത്രീകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട്. അല്ലാതെ ആകാശത്ത് നിന്നുള്ള റിപ്പോർട്ടല്ല. ഇത് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, സ്ത്രീകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടാണ്. ആ മൊഴികൾ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി, റിപ്പോർട്ടിൻ്റെ അനക്ഷരായി ആ മൊഴികളുണ്ട്. ഇപ്പൊ പുറത്തുവിടാതിരിക്കുന്ന ഭാഗം അത് അത്രയും സംബന്ധിച്ച വാർത്തകളാണ്. എന്നിട്ട് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ഇത്രയും ഒരു റിപ്പോർട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിലാണ് ഇങ്ങനെ ഒരു ലൈംഗിക ചൂഷണം നടക്കുന്നതെങ്കിൽ നടപടിയെടുക്കില്ലേ? എത്രയോ ആളുകൾ നടപടിയെടുത്തിരിക്കുന്നു. ലൈംഗിക ചുവയോടുകൂടി നോക്കിയാൽ, അല്ലെങ്കിൽ ദ്വയാർത്ഥം വരുന്ന പ്രയോഗങ്ങൾ നടത്തിയാൽ പോലും കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. ഇതിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിൽ പോക്സോ കേസ് അടക്കം എടുക്കാനുള്ള നടപടികളാണുള്ളത്. അത്രമാത്രം വലിയ ക്രിമിനൽ കുറ്റങ്ങളാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ അടിയന്തരമായി അത് അന്വേഷിച്ച് കുറ്റക്കാരായ ആളുകളുടെ പേരിൽ നടപടിയെടുക്കണം. മുഖം നോക്കാതെ നടപടിയെടുക്കണം. ഏത് തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷയോടുകൂടി ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാകണം. ഇത് അനീതിയാണ്, ഇത് വിവേചനമാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രംഗത്ത് മലയാളത്തിന് തന്നെ, കേരളത്തിന് തന്നെ അപമാനകരമായ കാര്യമാണ്. ഒരു തൊഴിലിടത്തിൽ സ്ത്രീകൾക്ക് അഭിമാനത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് പറയുകയും അറിയുകയും ചെയ്തിട്ട് സർക്കാർ അതിൽ മൗനം പാലിച്ചതും ഗുരുതരമായ തെറ്റാണ്. അന്വേഷണം നടത്തിയേ മതിയാവും. അത് ഉറപ്പായിട്ടും ഏത് മേഖലയാണെങ്കിലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലാത്ത കാര്യം, സ്ത്രീകൾ അപമാനിക്കപ്പെടുന്ന, ലൈംഗിക ചൂഷണം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് നടപടിയെടുക്കണം. സിനിമയിലും സീരിയലായാലും എന്താ വ്യത്യാസം? ഏത് രംഗത്തായാലും എന്താ വ്യത്യാസം? ആരാണ് ഇത് ചെയ്തതെങ്കിൽ എന്താ വ്യത്യാസം?
ആര് ചെയ്താലും കുറ്റമല്ലേ? ഇത്തരം ഇത് കുറ്റകൃത്യമല്ല, ഇത് ഒഫൻസാണ്, ക്രിമിനൽ ഒഫൻസാണ്. ക്രിമിനൽ ഒഫൻസ് അറിഞ്ഞിട്ടും അതിൽ നടപടിയെടുക്കാതെ അത് ഒളിപ്പിച്ചു വയ്ക്കുക, അതും ക്രിമിനൽ കുറ്റമാണ്. ആരെങ്കിലും ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് എനിക്കത് അറിയാം, ഞാനത് ആരോടും പറയാതെ പോലീസിനെ അറിയിക്കാതെ ഒരു നടപടി എടുക്കാതെ ഞാനത് ഒളിപ്പിച്ചു വെച്ചാൽ ഞാൻ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ്. സർക്കാർ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്, മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. അവരുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് 4.5 കൊല്ലം അത് ഇവർക്ക് ഇഷ്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇവർക്ക് താല്പര്യമുള്ള ആരാണ് അതിൻ്റെ അകത്തുള്ളത്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്? ഇത് മറുപടി പറയാതെ പോകാൻ പറ്റില്ലത്. ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ്.